ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയും കഴിക്കാൻ അതിരുചികരവുമായ ഈ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് വോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും, ഒരു 10 കുരുമുളകിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ റൈസ് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കിംഗ് പോട്ട് പകുതി അടച്ചു വെക്കാം. റൈസ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. റൈസ് ഓവർ കുക്ക് ആയിട്ടില്ല. ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. 90% മാത്രം കുക്കായാൽ മതി. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായി കുക്കിംഗ് പോട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാം. പോട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരിക്കലും പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഓയിലിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല, 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണിക്ക്. അടുത്തതായി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കിലോ വരുന്ന ചിക്കനാണ്. ചിക്കൻ നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കനിലെ വെള്ളമെല്ലാം അത്യാവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഗീ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കിംഗ് പോട്ട് നമുക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.